പ്രിയമുള്ളവരെ, ബെന്നീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു തേനീച്ചപ്പെട്ടി സമയാസമയങ്ങളിൽ നമ്മൾ തുറന്നു നോക്കിയില്ല, തേനെടുത്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു ചെറുതേനീച്ചപ്പെട്ടി എല്ലാ വർഷവും കഴിവതും എല്ലാ വർഷവും അതിൽ നിന്ന് തേനെടുക്കുകയോ അല്ലെങ്കിൽ രണ്ടാമത് വർഷമെങ്കിലും അതിൽ നിന്ന് തേനെടുക്കുകയോ ചെയ്തില്ലെങ്കിൽ ഇതേപോലെ സംഭവിക്കും എന്നുള്ളതാണ്. നമുക്ക് വീഡിയോയിലേക്ക് വരാം. ആദ്യമേ തന്നെ ഞാൻ തേനീച്ചപ്പെട്ടി എടുത്തു. അതിൽ പൊടിപടലങ്ങളൊക്കെ ബ്രഷ് ഉപയോഗിച്ച് തുടച്ച് കളഞ്ഞതിന് ശേഷം തേനീച്ചപ്പെട്ടിയിലെ പ്രായമായ തേനീച്ചകളെ ഞാൻ കുപ്പിയിലേക്ക് കൊട്ടി അകത്ത് കയറ്റി. കാരണം അത് നമ്മൾ ഉപദ്രവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം പെട്ടിയുടെ പുറത്ത് ഞാൻ ഒട്ടിച്ചിരുന്ന കവറുകളൊക്കെ, പേപ്പർ കവറുകളൊക്കെ അത് എല്ലാം പറിച്ചു മാറ്റി. ഈ പെട്ടി എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലിരുന്നാണ്, എൻ്റെ വീട്ടിലിരുന്ന പെട്ടിയല്ല, എൻ്റെ ഒരു ബന്ധു വീട്ടിലുണ്ടായിരുന്ന പെട്ടിയാണ്. അപ്പം അങ്ങനെയാണ് ഞങ്ങളവിടെ പോകാനിടയായതും അത് തുറന്ന് നോക്കാനിടയായത്. ഒന്നാമത് ഈ പെട്ടി അവർ കെട്ടിത്തൂക്കിയിരുന്നത് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത്, നല്ല വെയിൽ ലഭിക്കുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലെ അരക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല അതിനുള്ളിലെ മെഴുക് എന്ന് പറയുന്ന ചെറുതേനീച്ചക്കൂട്ടിലെ അരക്ക് ഉരുകി അത് മുഴുവൻ സ്ഥലത്തും വ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടി മാറ്റിയേ പറ്റുള്ളൂ. നമുക്കിവിടെ അവിടെ കാണാവുന്നത്, ദൃശ്യത്തിൽ കാണുന്നുണ്ട്, പുതിയ സമാധിയും പഴയ വിരിയാറായ സമാധിയും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ വിരിയാറായ സമാധി എന്ന് പറയുന്നത് കുറച്ച് ലൈറ്റ് കളറായിരിക്കും. അതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ വിരിയാറായ തേനീച്ചയുടെ കണ്ണുകൾ കറുത്ത കളറിൽ ചെറിയ പൊട്ട് പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പുതിയതായി വരുന്ന മുട്ട നല്ല ഡാർക്ക് കളറിലായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ അതിനകത്ത് വിരിയാറായ സമാധി മുട്ടകളെല്ലാം തന്നെ ഞാൻ ഇതിനായിട്ടൊരു പ്രത്യേക ടൂളാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് എൻ്റെ ശാസ്താംകോട്ടയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ബെന്നച്ചൻ ഉണ്ടാക്കി തന്നതാണ്. സ്റ്റീലിൻ്റെ നല്ല റോഡ് വെച്ച് അത് ഒരു പ്രത്യേക ഷേപ്പിൽ വളച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ടയ്ക്കൊന്നും കേടില്ലാതെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അതെല്ലാം എടുത്ത് ഞാൻ മാറ്റിയതിന് ശേഷം അത് നമുക്കൊരു പുതിയ കൂട്ടിലേക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം പുതിയ മുട്ടയും പഴയ മുട്ടയും രണ്ട് സമാധിയും നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. ഒപ്പം അതിനകത്തുനിന്ന് റാണിയെ നമ്മൾ പുതിയ കൂട്ടിലേക്ക് മാറ്റുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, വെയിൽ കൊണ്ട് ആ കൂടിൻ്റെ അരക്കെല്ലാം ഉരുകി വല്ലാത്തൊരവസ്ഥയിലെത്തിയിരുന്നു. അപ്പം അങ്ങനെ നമ്മളെടുത്ത് മാറ്റി വെച്ചു. ഇനി ആ കൂട്ടിൽ നിന്ന് ലഭിക്കാവുന്ന അത്രയും പൂമ്പൊടിയും കൂടെ നമ്മൾ എടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, ഞാൻ ദൃശ്യത്തിൽ ആ പൂമ്പൊടി ഇളക്കിയെടുക്കുന്നുണ്ട്. ആ പൂമ്പൊടിയുടെയും കുറേ ഭാഗങ്ങളൊക്കെ അതങ്ങ് ഉരുകി വല്ലാത്തൊരവസ്ഥയെങ്കിലും കുറച്ച് നല്ല പൂമ്പൊടിയുണ്ട്. അതുകൊണ്ട് ഞാനതും ഇളക്കിയെടുത്തു. എടുത്തതിന് ശേഷം അതിനകത്തെ തേൻ എടുക്കാനായിട്ട് ചെല്ലുമ്പോഴാണ് നമുക്ക് ഈ അതാത് വർഷം തേൻ എടുത്തില്ലുണ്ടാകുന്ന ദോഷം എന്താണെന്ന് മനസ്സിലാകുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പൂമ്പൊടിക്ക് താഴെയായിട്ടിരുന്ന തേൻ മുഴുവൻ ക്രിസ്റ്റലായി അതിനകത്ത് ജലാംശം മുഴുവൻ വറ്റി അത് പൊടി പോലെയായി, പഞ്ചസാര തരി പോലെ ആയതിന് ശേഷം അതിനുശേഷം അത് ഉണങ്ങി അത് പൊടിഞ്ഞ് പൊടി പോലെയായി. അപ്പം ഒരു തരത്തിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നു. അപ്പോൾ അതാത് വർഷം നമ്മൾ കഴിവതും ചെറുതേനീച്ചക്കുട്ടിയിൽ തേൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്ന പോലെ കണ്ട ഒരു മൺപൊടി പോലെ, മണ്ണ് പൊടിച്ച് വാരി വെച്ച പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർ പറയും, തേൻ എടുത്തില്ലെങ്കിൽ ചെറുതേനീച്ചപ്പെട്ടിയിലെ തേനിരുന്ന് മണ്ണായി പോകുകയെന്ന് പറയും. മണ്ണല്ല, സത്യത്തിൽ മണ്ണിൻ്റെ കളറിലുള്ള പൊടി പോലെയുള്ള പഞ്ചസാര പോലെ അങ്ങ് ആയിപ്പോകും. അതിനകത്തെ ഗ്ലൂക്കോസ് കണ്ടൻറ്റ് ക്രിസ്റ്റലായി അത് പൊടിഞ്ഞ് നല്ല പൊടിയായിട്ടിരിക്കുകയാണ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, യാതൊരു ടേസ്റ്റും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് അത് നമ്മൾ ഉപേക്ഷിച്ചു. നമ്മൾ ഈ പുതിയ കൂട്ടിലേക്ക് കയറ്റി വെച്ചു. ആ വാതിലിൻ്റെ അരക്കം വെച്ച് നമ്മൾ പഴയ സ്ഥലത്ത് കെട്ടിത്തൂക്കി അങ്ങനെ പുതിയ കൂടാക്കി മാറ്റി. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.